സാർ നമസ്കാരം. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപും തെരഞ്ഞെടുപ്പിന് ശേഷവും CPM-നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ തലവേദന CPM-നകത്തുള്ള വിമതന്മാർ തന്നെയായിരുന്നു. ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് ഉണ്ടായ ഏറ്റവും വലിയ ആഘാതങ്ങളിൽ ഒന്ന് തളിപ്പറമ്പിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായ PK ശ്യാമള 8 നിലയിൽ പൊട്ടുന്നതും, അതുപോലെ പയ്യന്നൂരിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥി പാർട്ടിയുടെ സ്വന്തം MLA മധുസൂദനൻ B. കുഞ്ഞികൃഷ്ണൻ എന്ന വിമത സ്ഥാനാർത്ഥിയോട് വൻ വോട്ടിൻ്റെ മാർജിൻ്റെ വ്യത്യാസത്തിൽ പരാജയപ്പെടുന്നു. അമ്പലപ്പുഴയിൽ G. സുധാകരൻ 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുക്കപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് തീർത്തും പാർട്ടിയെ തലവേദനയിലാഴ്ത്തി. അമ്പലപ്പുഴയിൽ ഇപ്പോഴും ആ അഗ്നിപർവ്വതത്തിൻ്റെ ചാരവും തീയും പുകയും ഒന്നും ഒതുങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കഴിഞ്ഞ ദിവസം അമ്പലപ്പുഴ നീർക്കുന്നം സ്കൂളിൽ അനധികൃതമായി ആരൊക്കെയോ മണ്ണ് മാറ്റുന്നു എന്നൊരു പരാതി സ്ഥലം MLA ആയ G. സുധാകരന് സ്കൂൾ അധികൃതർ വിളിച്ചറിയിക്കുന്നു. സുധാകരൻ ആ സ്ഥലത്ത് ചെല്ലുന്നു, സ്കൂളിൽ ചെല്ലുന്നു, പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചു വരുത്തുന്നു. ഇത്തരം കാര്യങ്ങളുമായി സംസാരിക്കുമ്പോൾ പഞ്ചായത്ത് സെക്രട്ടറി ആ പഞ്ചായത്ത് ഭരിക്കുന്ന, അതായത് അമ്പലപ്പുഴ വടക്കം ഭാഗം പഞ്ചായത്ത് ഭരിക്കുന്നത് CPM ആണ്. CPM-ൻ്റെ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ കൂട്ടിയിട്ടാണ് പഞ്ചായത്ത് സെക്രട്ടറി വന്നത്. താൻ MLA എന്ന രീതിയിൽ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിച്ചത് ഔദ്യോഗികമായാണ്. പഞ്ചായത്ത് എക്സിക്യൂട്ടീവിനെ കൂട്ടിക്കൊണ്ടുവരേണ്ട ഒരു കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നീട് G. സുധാകരനെതിരെ ഈ വന്ന പഞ്ചായത്ത് അധികൃതരെല്ലാവരും കൂടി അദ്ദേഹത്തെ ഖോഖോ വിളിക്കുന്നതാണ് നമ്മൾ കേട്ടത്. സുധാകരനും കമ്പിന് പിടിച്ചു നിന്നു. ഒരു കാരണവശാൽ എന്നെ ഭീഷണിപ്പെടുത്താൻ ആരും ശ്രമിക്കേണ്ട, ഞാൻ പിന്നോട്ട് പോകില്ല, 19 വയസ്സിൽ ചെങ്കൊടി പിടിച്ചുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വന്നതാണ്, 60 വർഷം ഞാൻ ആ പാർട്ടിയോടൊപ്പം ചേർന്ന് നിന്നു, പാർട്ടി എന്നെയും ചേർത്ത് നിർത്തി. പാർട്ടിയിൽ ഇപ്പോഴുണ്ടായിരിക്കുന്ന നയവൈകല്യങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് CPM-ലെ പുത്തൻകൂറ്റ നേതാക്കന്മാരുടെ വിവരമില്ലായ്മയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പാർട്ടി രഹിതമായ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിന് അടിസ്ഥാനമല്ലാത്ത രീതിയിലുള്ള പ്രവർത്തനം കണ്ടപ്പോൾ താൻ ആ പാർട്ടിയിലെ മെമ്പർഷിപ്പ് പുതുക്കിയില്ല, പുറത്തു പോകുന്നതാണ് എന്നാണ് G. സുധാകരൻ പറഞ്ഞത്. ഇനിയും G. സുധാകരൻ പാർട്ടി അവഹേളിച്ചു കഴിഞ്ഞാൽ സുധാകരനെ പുറത്തിറങ്ങി നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല, വേണമെങ്കിൽ കയ്യേറ്റത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകും എന്നാണ് ആലപ്പുഴ ജില്ലാ സെക്രട്ടറി വരെ സുധാകരനെതിരെ തിരിഞ്ഞു പറഞ്ഞത്. ഇന്നും സുധാകരൻ പക്ഷേ ആ ഭീഷണിക്ക് വഴങ്ങാതെ ഒരു പ്രസംഗത്തിൽ, ഒരു റെസിഡൻസ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ഭീഷണിപ്പെടുത്തി മൂലക്കിരുത്താമെന്ന് ആരും വിചാരിക്കേണ്ട. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകൾ വയോജന വിദ്യാഭ്യാസ ക്യാമ്പുകളിൽ പോയി, ക്ലാസ്സുകളിൽ പോയി എങ്ങനെ പെരുമാറ്റം രീതി പഠിക്കണം, ആളുകളോട് എങ്ങനെ പെരുമാറണം എന്നൊക്കെ ഒന്ന് ശീലിക്കണം. സുധാകരനെ ഭീഷണിപ്പെടുത്തി വായടപ്പിച്ച് വീട്ടിലിരുത്താമെന്ന് ആരും വിചാരിക്കേണ്ട എന്നാണ് സുധാകരൻ പറഞ്ഞത്. അപ്പോൾ സുധാകരന് നേരെയുള്ള പോരുവിളികളും നേർക്ക് നേർ നിന്നുകൊണ്ട് സുധാകരനും പോരു വിളിക്കുന്നു. ആലപ്പുഴയിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൽ വരുന്ന ഇത്തരം വ്യതിയാനങ്ങളെ എങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? നമുക്കൊന്നും ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് തളിപ്പറമ്പ് വരെ പോയിട്ട് അമ്പലപ്പുഴയിലേക്ക് വരുമായിരിക്കും നല്ലത്. അവിടെ TK ഗോവിന്ദൻ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി മെമ്പറായിരുന്നു, പാർട്ടിയുടെ ഏറ്റവും മുതിർന്ന നേതാക്കളുള്ള ഒരാളായിരുന്നു. അദ്ദേഹം ഇവിടെ മത്സരിക്കാൻ തീരുമാനിക്കുന്നു, അസംബ്ലിയിൽ പാർട്ടിക്ക് പുറത്തുനിന്ന് മത്സരിക്കാൻ തീരുമാനിക്കുന്നു. ആ തീരുമാനത്തിന് ജനങ്ങൾ അംഗീകരിക്കുന്നു എന്ന് തോന്നുന്നു. അവിടെ ഒരു വോട്ട് ചെയ്യാനായിട്ട് വന്ന അദ്ദേഹത്തെയും ഭാര്യയെയും തടഞ്ഞു നിർത്തി കൂവി വിളിച്ച ഒരു പാരമ്പര്യം നമ്മൾ ഒരാഴ്ച മുമ്പ് കണ്ടതാണ്. ആ പാരമ്പര്യത്തിൻ്റെ MV ഗോവിന്ദൻ്റെ ഭാര്യയുടെ ലീഡർഷിപ്പിലാണ് സംഭവം നടക്കുന്നത്. അപ്പോൾ ആ പാരമ്പര്യത്തിൻ്റെ തുടർച്ച മാത്രം നമ്മളിവിടെ പ്രതീക്ഷിച്ചാൽ മതി. നമ്മൾ ചില ചർച്ചകളിൽ പറയാറുണ്ട്, ഞാൻ പലപ്പോഴും പല ചർച്ചകളിലും പറയുന്നുണ്ട്, പ്രത്യേകിച്ച് CPM ഉൾപ്പെട്ട ചർച്ചകളിൽ പറയുന്നത് സച്ചിദാനന്ദൻ്റെ ചില വാക്കുകളാണ്. പടവെട്ടിവൻ്റേതാണ് ചരിത്രം, പടക്കളത്തിൻ്റെ മുക്കിലും മൂലയിലും നിന്ന് ഓരിയിടുന്ന തെരുവ് നായ്ക്കളുടെയല്ല ചരിത്രം. നമ്മൾ തളിപ്പറമ്പിലെ TK ഗോവിന്ദനും ഭാര്യയെ വോട്ട് ചെയ്യാൻ വരുമ്പോൾ കൂവി വിളിച്ച് വരും, അത് തെരുവ് നായ്ക്കൾ നമുക്ക് പറയേണ്ടി വരും. ഇപ്പുറത്ത് G. സുധാകരൻ ഒരു ന്യായമായ കാര്യം പറയാൻ, അവിടെ മണ്ണ് കിടത്തിനെ പറ്റി പരാതി പറയാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പം സുധാകരനെ അവിടെ നിന്ന് മടക്കി അയക്കാൻ തീരുമാനിച്ച ആ കൂവിവിളിയും എല്ലാം ഒരേ വിഭാഗത്തിൻ്റെയാണ്, ഒരേ വർഗത്തിൻ്റെയാണ്. കാരണം അവരെ കൊണ്ടതേ സാധിക്കുകയുള്ളൂ. സുധാകരൻ്റെ നിലപാടുകളെ എതിർക്കാൻ, അല്ലെങ്കിൽ TK ഗോവിന്ദൻ്റെ നിലപാടുകളെ എതിർക്കാൻ ഇവർക്ക് പറ്റില്ല, ആശയപരമായി എതിർക്കാൻ പറ്റില്ല. ഇനി രണ്ടാമത് ഉദാഹരണത്തിന് കുഞ്ഞികൃഷ്ണൻ, ഈ കുഞ്ഞികൃഷ്ണനൊക്കെ നല്ല വ്യക്തമായ കാഴ്ചപ്പാടും നിലപാടോടും കൂടി തന്നെ നിലപാടെടുത്തിരിക്കുന്നത്. അവർ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ, അവരാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഇപ്പം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് വോട്ട് കിട്ടില്ലായിരിക്കും, കേരള വ്യാപകമായ സ്വാധീനം കാണില്ല. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്താണെന്നും എങ്ങനെ പ്രവർത്തിക്കണമെന്നും വ്യക്തമായ കാഴ്ചപ്പാടാണ് ഇന്ന് രാവിലെ സംസാരിച്ചപ്പോൾ മനസ്സിലായി. കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി എന്താണ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തം എന്നുള്ളത് എന്താണെന്നറിയാം. അവിടെയാണ് ഈ നമ്മൾ മുമ്പേ പറഞ്ഞ വർഗം
ആര്യ രാജേന്ദ്രനെ പോലുള്ളവർ, സ്വരാജിനെ പോലുള്ളവർ, ചിന്താ ജെറോമിനെ പോലുള്ളവർ, ജയിക്കിനെ പോലുള്ളവർ, ആർഷോയെ പോലുള്ളവർ, ഇവരിന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വ്യാഖ്യാനിക്കുകയും നടത്തുകയും തിരുത്തുകയും ചെയ്യുന്ന ആൾക്കാരായിട്ട് മാറുകയാണ്. ഇതെത്ര നാളിങ്ങനെ മുമ്പോട്ട് പോകാൻ പറ്റും? അവിടെയാണ് സുധാകരൻ കാണിക്കുന്ന ധൈര്യം. സുധാകരങ്ങൾക്ക് പേടി. സുധാകരൻ്റെ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു. തോമസ് ഐസക്കാണെന്ന് തോന്നുന്നു സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക്, SFIയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയിലേക്ക് വരുന്നു. കൊല്ലത്ത് വെച്ച് സമ്മേളനം നടക്കുന്നു. കൊല്ലത്ത് വെച്ച് സമ്മേളനം നടക്കുമ്പോൾ സുധാകരനാണ് സെക്രട്ടറി, കൊല്ലത്തെ സെക്രട്ടറിയാണെന്ന് തോന്നുന്നു. സുധാകരനാണ് സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അപ്പം അന്ന് SFI ഏറ്റവും കൂടുതൽ വിജയം ഉണ്ടാക്കിയ ഒരു ജില്ല കൊല്ലം ജില്ലയാണ്. ഇതെടുത്ത് പറഞ്ഞിരുന്നു. കൊല്ലം ജില്ലയിൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കി EMS വരെ പങ്കെടുക്കുന്ന സമ്മേളനം. EMS ഇടയ്ക്ക് കയറി പറഞ്ഞു അങ്ങനെ ജില്ല തിരിച്ചൊന്നും പറയാൻ നിൽക്കണ്ട, കേരളം മൊത്തത്തിൽ പറഞ്ഞാൽ മതി എന്ന് പറയുകയും സുധാകരനെ കൊണ്ട് അവിടെ പ്രസംഗം അവസാനിപ്പിക്കുകയും ചെയ്തു. അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് തോമസ് ഐസക്ക് ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിക്കുന്നു. തോമസ് ഐസക്ക് പറഞ്ഞു, ഇവിടെ ഇത്തിരി മുമ്പ് സുധാകരനെ നിശബ്ദനാക്കാൻ തുടങ്ങിയതുപോലുള്ള പ്രവർത്തനങ്ങൾ ഇവിടെ പാർട്ടിക്കകത്ത് നടത്താൻ തുടങ്ങിയത് കൊണ്ടാണ് കെ വേണുവും ഫിലിപ്പം പ്രസാദും അജിത് ഇങ്ങനെയുള്ള നേതാക്കളൊക്കെ പാർട്ടി വിട്ട് പോകാനുള്ള കാരണം ഇത്തരം നിലപാടുകളാണ്. കഴിയുന്നതും ഇനി ഇത്തരം പരിപാടികൾ ആവർത്തിക്കരുത് എന്ന് പറയാനുള്ള ആർജവം അന്ന് തോമസ് ഐസക്ക് കാണിച്ചു. ഇന്നത്തെ തോമസ് ഐസക്ക് കാണിക്കില്ല. എന്നാൽ പോലും അപ്പോൾ ഇത്തരം സംഭവങ്ങളാണ് ഇപ്പോൾ സുധാകരൻ ചൂണ്ടിക്കാണിക്കുന്നത്. സുധാകരൻ്റെ നാക്കിന് ഇവർക്ക് ഭയമാണ്. കാരണം സത്യത്തിൻ്റെ നാക്കാണ്. കേരള മന്ത്രിസഭയിൽ അല്ലെ കഴിഞ്ഞ മന്ത്രിസഭയിൽ പിണറായി വിജയൻ്റെ മന്ത്രിസഭയിൽ ഇരുന്നിട്ട് 10 പൈസയുടെ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയോ സ്വയം അഴിമതി ചെയ്യാതിരിക്കുകയോ ചെയ്ത ഒറ്റയാളുടെ പേര് ഇന്നലെ സുധാകരനെ കൂവാൻ പോയ നാസറിനെ പറയാൻ കാണുമോ? അല്ല, സലാമിന് പറയാൻ കാണുമോ? തീർച്ചയായും അത് തന്നെയാണ് ഇപ്പോൾ CPM-നകത്തില്ലല്ലോ അങ്ങനെ എത്രത്തോളം. അതുകൊണ്ടാണ് സുധാകരൻ്റെ ധൈര്യം. അതാണ് താൻ തൻ്റെ സഖാക്കളെ, തൻ്റെ പ്രവർത്തകരെ വഞ്ചിച്ചിട്ടില്ല എന്നും അവരെ വിറ്റ് രക്തസാക്ഷി ഫണ്ടോ അല്ലെങ്കിൽ മറ്റൊന്നും മേടിച്ചിട്ടില്ല എന്നും, വർഗത്തൊറ്റി കൊടുത്തിട്ടില്ല, വർഗവഞ്ചന ചെയ്തിട്ടില്ല എന്ന് ആ ഉറപ്പാണ് സുധാകരൻ്റെ ധൈര്യം. അതന്നെയല്ല സാർ ഇവിടെ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. സാർ പറഞ്ഞു തന്നെ ഈ സുധാകരൻ മന്ത്രിയായപ്പോൾ കയ്യിട്ട് വാരാൻ പറ്റിയ വകുപ്പുകളാണ് അദ്ദേഹത്തിന് കിട്ടിയത്. ഒന്ന് പൊതുമരാമത്ത് വകുപ്പ്, മറ്റൊന്ന് കുറച്ച് ആൾ ദേവസ്വം വകുപ്പ്, പിന്നെ സഹകരണം. അപ്പോൾ ഇതിലെല്ലാം ഇപ്പോൾ നമ്മൾ വ്യാപകമായി അഴിമതി നടന്നു എന്ന് പറയപ്പെടുന്ന വകുപ്പുകളിൽ ഏറ്റവും പ്രമുഖമായ വകുപ്പാണ് ദേവസ്വവും ഈ സഹകരണവും. ഇപ്പോൾ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോഴും അന്വേഷണം നടക്കുന്നത്. നമ്മൾ AC മൈതാനുണ്ട്. അതെ, എത്ര കോടികളുടെ ഇടപാടാണെന്നുള്ളത് ഇപ്പോഴും കണ്ടെത്താൻ പറ്റിയിട്ടില്ല. അതുപോലെയാണ് ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വാർത്തകൾ. അപ്പോൾ ഇവിടെയൊക്കെ ഈ മേഖലകളിലൊക്കെ സേവനം അനുഷ്ഠിക്കുമ്പോൾ 5 പൈസയുടെ ഒരു അഴിമതി നേരിട്ടോ അല്ലാതെയോ സുധാകരന് മേലെ ആരോപിക്കാൻ ഇന്നിപ്പോൾ സുധാകരനെതിരെ കുരച്ചു ചാടുന്ന ആളുകൾക്ക് ആർക്കും പറ്റുന്നില്ല. എന്നിട്ട് അവസാനം അവർ പറഞ്ഞു വരുന്നത് ഈ ഇലക്ഷൻ ഫണ്ട് പിരിവുമായി ബന്ധപ്പെട്ട ചില ക്രമക്കേടെന്നൊക്കെയാണ്. എന്തെങ്കിലും ഒന്ന് ചൂണ്ടിക്കാണിക്കട്ടെ എന്ന് പറഞ്ഞാൽ അതിനും സുധാകരൻ കൃത്യമായി വായടപ്പിക്കുന്ന രീതിയിലുള്ള മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിച്ചിട്ട് സംസാരിക്കണം എന്ന് തന്നെയാണ് സുധാകരൻ എപ്പോഴും പറയുന്നത്. എനിക്ക് തോന്നുന്നു ബിരുദവും ബിരുദാനന്തര ബിരുദവും സാഹിത്യത്തിലാണ് അദ്ദേഹത്തിന് ബിരുദാനന്തര ബിരുദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പം ഇത്രത്തോളം ഈ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ ഈ പാർട്ടിയുടെ സൈദ്ധാന്തിക തലങ്ങളും മനസ്സിലാക്കി, കമ്മ്യൂണിസം, ലെനിനിസം, എംഗലിസം ഇതെല്ലാം മനസ്സിലാക്കി എങ്ങനെയാണിത് സാധാരണക്കാരിലേക്ക് പ്രാവർത്തികമാക്കേണ്ടെന്ന രീതിയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് വരുന്ന വിദ്യാർത്ഥികൾക്ക്, അതായത് കമ്മ്യൂണിസ്റ്റ് വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുകയൊക്കെ ചെയ്തിട്ടുള്ള സുധാകരനിൽ നിന്നും പാഠങ്ങൾ പഠിച്ചു വന്ന ആളുകളാണ് ഇന്ന് മിക്കവാറും ആലപ്പുഴ, അമ്പലപ്പുഴ ഭാഗത്ത് സുധാകരനെതിരെ ചെങ്കൊടിയും പിടിച്ചുകൊണ്ട് വരുന്ന നേതാക്കന്മാർ. അപ്പോൾ അവരോട് സുധാകരൻ പറഞ്ഞു, നിങ്ങൾ പഠിക്കണം, നിങ്ങൾ നന്നാവണം. ഇന്നും സുധാകരൻ ഇത് തന്നെയാണ് സുധാകരൻ്റെ പ്രസംഗം. ഒരു പാടശേഖര സമിതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രസംഗം തടസ്സപ്പെടുത്തിയപ്പോൾ അവരോടും സുധാകരത പറഞ്ഞത് നിങ്ങൾ നന്നാവണം, അതിനുവേണ്ടിയാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ സുധാകരൻ ആഗ്രഹിക്കുന്നത് യഥാർത്ഥ കമ്മ്യൂണിസം നിലനിൽക്കണം. യഥാർത്ഥ കമ്മ്യൂണിസം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ നിലവിലെ സിസ്റ്റം മാറണം. ഈ സിസ്റ്റം മാറി പുതിയൊരു സിസ്റ്റം വരുന്നതിന് വേണ്ടി ക്രിയാത്മകമായ രീതിയിൽ സുധാകരൻ്റെതായിട്ടുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ്റെതായിട്ടുള്ള സമരം പിന്തുടരുന്നു എന്ന് വേണം ഞാൻ മനസ്സിലാക്കുന്നത്. ഇത് തന്നെയാണ് TK ഗോവിന്ദനും തളിപ്പറമ്പിൽ പയ്യന്നൂരിൽ V കുഞ്ഞികൃഷ്ണനും എല്ലാം പറയുന്നത്. കാരണം ഈ രീതിയിൽ ഇത് പ്രവർത്തിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. തെറ്റ് തിരുത്തണം എന്ന് പറയുമ്പോൾ തെറ്റ് ചൂണ്ടിക്കാണിച്ചവരെയാണ് ഇവർ തിരുത്താൻ ശ്രമിക്കുന്നത്, തെറ്റല്ല തിരുത്താൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ പറഞ്ഞതാണ്, MP ജയരാജൻ പറഞ്ഞതാണ്, പാർട്ടിയിൽ നിന്ന് പുറത്തു പോയവർ തെറ്റ് തിരുത്തി പുറത്തു വരണം, അപ്പോഴും തിരിച്ചു വരണം. അപ്പോൾ ഈ V കുഞ്ഞികൃഷ്ണൻ ചോദിക്കേണ്ടത് തെറ്റ് തിരുത്താം, എന്താണ് തെറ്റ് എന്ന് ചോദിക്കുമ്പോൾ അത് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നില്ല. മറിച്ച് ഇവർ ചൂണ്ടിക്കാണിച്ച തെറ്റ്, അതായത് ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിനിയോഗത്തിലെ ക്രമക്കേടുകൾ ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളും ചൂണ്ടിക്കാണിച്ചു. തളിപ്പറമ്പിലാണെങ്കിൽ സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ പക്ഷപാതിത്വം കാണിച്ചു, സ്വജനപക്ഷപാതിത്വം കാണിച്ചു, തൻ്റെ ഭാര്യയെ പിൻഗാമിയാക്കി കൊണ്ടുവന്ന തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞു. അവിടെ MA ബേബി ദേശീയ സെക്രട്ടറി പറഞ്ഞത് അവർക്ക് അർഹതയുണ്ടെങ്കിൽ പോലും
അങ്ങനെ വിവാദപരമായ രീതിയിൽ ഒരു സാഹചര്യത്തിലേക്ക് അത് നീങ്ങുകയാണെങ്കിൽ ഞാനുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് അവിടെയെങ്കിൽ ഞാൻ മറ്റാരെങ്കിലും നിർദ്ദേശിക്കണം, ഒരു മാറി നിൽക്കട്ടെ. ഇൻഡയറക്റ്റായിട്ട് പി കെ ശ്യാമളെ മാറ്റി നിർത്തണമായിരുന്നു എന്നൊക്കെ പറയുന്നത്. അതെ, ഗോവിന്ദൻ അത് ചെയ്യണമായിരുന്നു എന്ന് തന്നെയാണ് എം എ ബേബി പറഞ്ഞത്. അത് ചെയ്തില്ല, അത് തെറ്റാണ് എന്നിപ്പോൾ കേന്ദ്ര കമ്മിറ്റിയിലും വിമർശനം ഉന്നയിച്ചിരിക്കുന്നു, വിമർശനം ഉയർന്നു വന്നിരിക്കുന്നു. അവിടെ കെ എൻ ബാലഗോപാല് നിയമസഭയിൽ പിണറായി വിജയനോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് സംസാരിച്ചുകൂടെ എന്ന് പറഞ്ഞതുപോലെ കേന്ദ്ര കമ്മിറ്റിയിലും ബേബിക്കെതിരെ എന്ന് തോന്നുന്ന രീതിയിൽ കെ എൻ ബാലഗോപാൽ ഒരു പരാമർശം നടത്തി. കാരണം ഈ സ്ഥാനാർത്ഥിത്വ നിർണയത്തിൽ ഏതെങ്കിലും തരത്തിൽ പിഴവ് പറ്റുന്നു എന്ന് കാണുമ്പോൾ കേന്ദ്ര കമ്മിറ്റിക്ക് ഇടപെട്ട് സംസാരിക്കാമായിരുന്നു, തിരുത്താമായിരുന്നു എന്നുകൂടി പറയുകയുണ്ടായി. അപ്പൊ തീർച്ചയായും ഈ പാർട്ടി സമൂലമായ ഒരു തിരുത്തലിന് തയ്യാറായാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന തരത്തിലേക്ക് വന്നപ്പോൾ ജി സുധാകരനും ഇത് തന്നെയാണ് പറയുന്നത്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, അമ്പലപ്പുഴയിലെ പാർട്ടിക്കാരെ സംബന്ധിച്ചിടത്തോളം, അമ്പലപ്പുഴയിലെ പോലീസുകാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഭരണം മാറിയത് അവർ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സുധാകരൻ പ്രസംഗത്തിൽ പറയുന്നത്. അതായത് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാൻ ഇപ്പോഴും ഇവർക്ക് സാധിച്ചിട്ടില്ല, ഇവർക്ക് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല. CPM-ന്റെ പരാജയത്തിൻ്റെ കാരണം കണ്ടെത്തുവാനോ അത് പഠിക്കുവാനോ അല്ല അവർ ശ്രമം നടത്തുന്നത്. അവരെ തോൽപ്പിച്ച ആളുകൾക്കെതിരെ വീണ്ടും വാളുമായി ഇറങ്ങിത്തിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പാർട്ടി ഈ പരാജയത്തിൻ്റെ പടുകുഴിയിൽ നിന്നും കരകയറണമെങ്കിൽ ഇനി എന്ത് ഒറ്റമൂലിയാണ്, എന്ത് മൃതസഞ്ജീവനിയാണ് അവർക്ക് കൊടുക്കേണ്ടതെന്നറിയാതെ രാഷ്ട്രീയ നിരീക്ഷകരും ജനവും ഒരുപോലെ തന്നെ വലയുന്നു. സുധാകരനും അത് തന്നെ ആലോചിക്കുന്നു. അപ്പോഴും അവർ സുധാകരനെതിരെ വാളെടുത്ത് ഓങ്ങുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും സുധാകരനെ സംബന്ധിച്ചിടത്തോളം ഒരിഞ്ച് താൻ ഇനിയും പുറകോട്ടില്ല. തൻ്റെ സിരകളിൽ ഒഴുകുന്നത് വിപ്ലവീരൻ തന്നെയാണ്. 13-ാം വയസ്സിൽ ചെങ്കൊടി പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് ഇറങ്ങിയ തന്നെ തൻ്റെ വിപ്ലവീരത്തെ ഈ ഭീഷണി കൊണ്ടൊന്നും വീട്ടിലിരുത്താൻ സാധിക്കില്ല എന്ന് സുധാകരൻ തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്തായാലും സുധാകരനും ആലപ്പുഴയിലുമുള്ള സഖാക്കളും തമ്മിൽ നേർക്കുനേർ പോരടിക്കുന്ന സാഹചര്യത്തിൽ ഇനി എന്ത് സംഭവിക്കും? ഇനിയിപ്പോൾ TP ചന്ദ്രശേഖരന് സംഭവിച്ച പോലെ സുധാകരനെ ഒരു വേളയിൽ ഇവരില്ലാതെയാക്കുമോ എന്നുള്ളതെല്ലാം കണ്ടറിയേണ്ടത് തന്നെയാണ്. അങ്ങനെ ആർക്കെങ്കിലും സംശയം തോന്നിയാൽ അവരെ തെറ്റു പറയാൻ സാധിക്കില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ ആശയം കൊണ്ട് നേരിടാതെ ആളുകളെ തന്നെ ആളുകളെ ഇല്ലാതാക്കുന്ന, ശാരീരികമായ ഉന്മൂലനം ചെയ്യുന്ന രീതിയാണ് കണ്ടിട്ടുള്ളത്. അത് ഇവിടെ അമ്പലപ്പുഴയിൽ സുധാകരന്റെ കാര്യത്തിൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം.